ഇന്നത്തെ ഈ ഒരു സമരപ്പന്തലിൽ സന്ദർശിക്കാനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെ ഈ സന്ദർശിച്ചിട്ട് എങ്ങനെ വിലയിരുത്തുന്നു ഈ ഒരു കാര്യത്തെ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നേരത്തെ പലരും പറഞ്ഞതാണ്. ഞങ്ങള് മുൻപ് വിദ്യാർത്ഥികളായിരുന്ന സമയത്തും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിരുന്ന സമയത്തും ധാരാളം സമരങ്ങളിൽ വന്നിട്ടുണ്ട്. ഇടക്കാലത്ത് അരാഷ്ട്രീയവാദം വരുന്നു, വിദ്യാർത്ഥികളൊന്നും ഇതിൽ സജീവമല്ല എന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ വന്നെങ്കിലും ഇപ്പൊ കാണുന്ന കാര്യം എന്താ, ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും മുന്നേ ചേരുന്നത്. സ്റ്റുഡൻസ് വളരെ സജീവമാണ്, സ്റ്റുഡൻസ് പലയിടത്തുനിന്നും വന്ന് ചേരുന്നതാണ്. അപ്പൊ ഇതിനൊരു അർത്ഥമുണ്ട്. ഇന്ത്യയിൽ ഈ BJP ഗവൺമെന്റ് എന്തെല്ലാം വർഗീയത പറഞ്ഞ ആളുകളെ ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചാലും അവർക്കെതിരായിട്ടുള്ള സത്യസന്ധമായ വിഷയങ്ങൾ ഉയർന്നു വരും. ഒരു വശത്തുകൂടി ഇപ്പോ ജീവനക്കാരെ പിരിച്ചുവിടുന്ന കാര്യമുണ്ടല്ലോ. ഇപ്പൊ കോക്രോച്ചസ് എന്ന് പറഞ്ഞ് കളിയാക്കിയത് ചെറുപ്പക്കാരെ ആകെയാണ്. വിദ്യാർത്ഥികൾ മാത്രമല്ല, വിദ്യാർത്ഥികളാണ് മുൻകൈ എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ചെറുപ്പക്കാരെടുത്തു. ഇപ്പൊ കേരളത്തിൽ ഉൾപ്പെടെ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ ആളെ പിരിച്ചുവിടുന്ന വാർത്തകൾ വായിക്കുകയാണ്. മീഡിയ രംഗവും ഒക്കെ ഇതിൽ അപവാദമൊന്നുമല്ല. എല്ലാ മേഖലയിലും യാതൊരു ജോലി സ്ഥിരതയില്ല. വിദ്യാഭ്യാസത്തിലാണെങ്കിൽ കള്ളത്തരം കാണിച്ചു എന്ന് പിടിച്ചാൽ പോലും സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. വർഗീയതയുടെ പച്ചയിലാണ് ആളുകളെ വിഘടിപ്പിച്ചുകൊണ്ടാണ് BJP ഗവൺമെന്റ് പൊക്കോണ്ടിരിക്കുന്നത്, മോഡി ഗവൺമെന്റ് പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ ജനങ്ങളത് വിടില്ല. നേരത്തെ കർഷക സമരം വന്ന് ഇതുപോലെ തന്നെയാണ്, സ്പോണ്ടേനിയസ് ആയി വന്നതാണ് എന്ന് കരുതി വലിയ സമരമായി മാറി. ഇതും ഇന്ത്യയിലാകെ ഈ അസ്വസ്ഥതയുണ്ട്. BJPയുടെ ഭരണം അങ്ങേയറ്റം ജനവിരുദ്ധമാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. ഈ സമരത്തിന്റെ ഗതി അതാണ് കാണിക്കുന്നത്. ഈ ഇഷ്യൂ എന്താണെന്നുള്ളതാണ്, ആര് സംഘടിപ്പിക്കും എന്നുള്ളതല്ല. ഇഷ്യൂസ് വളരെ സീരിയസ് ആണ്. അത് കേരള നിയമസഭ ഉൾപ്പെടെ നമ്മൾ യുനാനിമസായ പ്രമേയം പാസ്സാക്കിയിരുന്നല്ലോ ഈ നീറ്റിന്റെ. അപ്പൊ ഈ പ്രശ്നങ്ങൾ വളരെ സീരിയസ് ആണെന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു വളരെ വലിയ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന പല ചലനങ്ങളിൽ ഒരു പ്രധാന ചലനം തന്നെയാണ് ഈ സമരം. NTA ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ് CBI അന്വേഷണത്തിന്. ഇല്ല, ഈ അന്വേഷണത്തിനകത്ത് ക്ലീൻ ചിറ്റ് നൽകിയത് കൊണ്ട് 20 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. വെറുതെ ആത്മഹത്യ ചെയ്തതാണോ? അതിനുശേഷമല്ലേ നീറ്റിന്റെ പ്രശ്നം വന്നതിന് ശേഷമല്ലേ പിന്നീട് നെറ്റിന്റെ അധ്യാപകരെ നിയമിക്കുന്ന പരീക്ഷയ്ക്ക് ഉൾപ്പെടെ കുഴപ്പം. അധ്യാപകരെ നിയമിക്കുന്ന പരീക്ഷയ്ക്കും എഞ്ചിനീയർമാരെയും ഡോക്ടർമാരെയും ഒക്കെ നിശ്ചയിക്കുന്ന പരീക്ഷയ്ക്ക് അപകടം വന്നാൽ തെറ്റായ ആളുകൾ ആ സർവീസിലേക്ക് കയറുമെന്നല്ലേ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ക്ലീൻ ചിറ്റ് വന്നു എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. കുറ്റവാളി ഇന്നാളല്ലെന്നൊക്കെ ക്ലീൻ ചിറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. മൊത്തം തെറ്റായിരുന്നു, ക്വസ്റ്റ്യൻ തെറ്റായിരുന്നു, ആൻസർ തെറ്റായിരുന്നു, പരീക്ഷ തെറ്റായിരുന്നു തെളിഞ്ഞല്ലോ. അപ്പൊ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നില്ല. ഇവര് സിസ്റ്റം കൃത്യമാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആദ്യഘട്ടത്തിൽ ഇവര് B ടീം ഓഫ് അല്ലേ ടെററിസ്റ്റ് എന്നാ പറഞ്ഞത്. ടെററിസ്റ്റുകളുടെ B ടീം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയെങ്കിലും ഇപ്പൊ അവർക്ക് അങ്ങനെ അല്ലല്ലോ. കുറച്ചുകൂടി ജനകീയമായിട്ടുള്ള അംഗീകാരം വരുന്നുണ്ട്. ഞങ്ങൾ ഈ കാര്യത്തെ കാണുന്നത്, ഞങ്ങളിതുപോലെ ഞങ്ങളൊക്കെ മുൻ SFI പ്രവർത്തകരാ. ഇത്ര അജിറ്റേഷൻ നടക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിനകത്തും ഇതൊരു ന്യായമായ അജിറ്റേഷനാണ്. അജിറ്റേഷൻ നടത്തുമ്പോൾ ആ അജിറ്റേഷൻ എടുത്തേക്ക് ഞങ്ങൾ വന്നത് അതുകൊണ്ടാണ്. ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾ ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഈ നാടിനകത്തുണ്ടാവുന്ന എത്രയോ വലിയൊരു പ്രശ്നമാണ്. അത് ഗവൺമെന്റ് കാണുന്നില്ല. എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാലും സമരം ചെയ്യുന്നവരെ തീവ്രവാദി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആ പ്രശ്നം തീരാൻ പോകുന്നില്ല.